രാവിന്റെ ഉൾക്കാടുമായ്ക്കുന്നു തൂവർണ്ണ സ്വപ്നങ്ങൾ നെയ്യുന്നു. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम्. पराजित दुरावह प्रणवात्मिक अधिकस्वरातुतिशारद नमोऽस्तुते. श्यामाम्बरं മുഖസാഗരം തുളസീദളം. എൻ്റെ കൃഷ്ണ, എൻ്റെ കുട്ടികളെയും കുടുംബത്തെയും കാത്തോളണേ. ശേഖരേട്ടാ, കൊല്ലം 3-4 നിങ്ങൾ ഞങ്ങളെ വിട്ട് പോയിട്ട്. ഇല്ല, പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എൻ്റെയും നമ്മുടെ കുട്ടികളുടെയും കൂടെ ശേഖരേട്ടൻ എന്നും ഇവിടെ തന്നെയുണ്ട്. എനിക്കറിയാം, അങ്ങനൊന്നും ഞങ്ങളെ വിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അല്ലേ. നേരിട്ടല്ലെങ്കിലും എന്നും ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ തരുന്ന ഒരു വാക്കുണ്ടല്ലോ, നമ്മുടെ മക്കളെ നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ടൊരു കുറവും വരുത്താതെ ഞാൻ നമ്മുടെ മക്കളെ നോക്കുന്നുണ്ട്. നമ്മുടെ അപ്പുമോൻ ഇപ്പോൾ ഒരു ഡോക്ടറൊക്കെ ആയി. ഓർക്കുന്നുണ്ടോ, അവൻ മെഡിസിൻ പഠിക്കുമ്പോഴാണ് ശേഖരേട്ടൻ പോയത്. എന്തായാലും അവനെ ഒരു നിലയ്ക്ക് എത്തിക്കാൻ സാധിച്ചു. ഇനി നമ്മുടെ ലച്ചുമോള്, അവളിപ്പോൾ ഡിഗ്രി 2ാം വർഷമല്ലയോ പഠിക്കുന്നത്. അവൾക്ക് കൂടി ഒരു ജോലി കിട്ടിയിട്ട് അവളെ നല്ലൊരു കൈകളിൽ ഏൽപ്പിക്കുന്നത് വരെ എൻ്റെ നെഞ്ചിൽ തീയ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയല്ലയോ. ഈയിടെയായി അവൾക്ക് കുറച്ച് കുരുത്തക്കേട് കൂടുന്നുണ്ട്. നിങ്ങളുടെ ഉശിര അവൾക്ക് കിട്ടിയേക്കണേ. നല്ല ധൈര്യവും പിന്നെ നിങ്ങളുടെ അതേ ദേഷ്യവും എടുത്തുചാട്ടവും. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ അവൾ ചെയ്യൂ. പിന്നെ പ്രായത്തിൻ്റെതല്ലേന്ന് കരുതി ഞാനങ്ങ് ക്ഷമിക്കുന്നതാ. ഈ ചിങ്ങത്തിൽ 20 ആവും കുട്ടിക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവളുടെ സമയമൊന്ന് നോക്കാൻ വേണ്ടി തെക്കേലെ കൃഷ്ണങ്കണിയാൻ്റെ അടുത്ത് അവളുടെ ജാതകം കൊണ്ടൊന്ന് പോയിരുന്നു. വേറൊന്നുമല്ലെന്നേ, അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഇപ്പം നെഞ്ചിലൊരാളല്ല. ശനിദശയാണത്രേ. ജാതകത്തിൽ എന്തൊക്കെയോ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടുവെന്ന്. മൃത്യുവിന് പോലും സാധ്യതയുണ്ടെന്നാ പറഞ്ഞേ. അതിനൊക്കെ പ്രതിവിധിയായ കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ തന്നെ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ ചെയ്യുന്നുമുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാം അപ്പുറം ശേഖരേട്ടൻ്റെ അനുഗ്രഹവും അവളുടെ കൂടെ എന്നും ഉണ്ടാവണം. ചിന്തിക്കുമ്പോൾ തന്നെ എന്നും നെഞ്ചിൽ തീയ. അല്ല, പറഞ്ഞു നേരെ ഇപ്പോൾ ഒത്തിരി ആയല്ലയോ. ഒന്നും ഇതുവരെ വെച്ചുണ്ടാക്കിയില്ല. അപ്പൂട്ടൻ ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണമെന്നല്ലയോ പറഞ്ഞത്. ശേഖരേട്ടനോട് സംസാരിച്ച് ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഞാനിന്ന് അടുക്കളയോട്ടങ്ങ് ചെല്ലട്ടെ. മിത്ര
സ്വപ്നമായിരുന്നു. ഇതിപ്പോ എത്രാമത്തെ തവണയാ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണുന്നേ. ആ കണ്ണുകൾ എവിടെയോ കണ്ടു പറഞ്ഞതുപോലെ അതെനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരേ സമയം അതെന്നെ ഭയപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നത്? ഓ, സമയം 7 ഇവളിതുവരെ എഴുന്നേറ്റില്ലേ? ദച്ചു, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ? പോരാളി രാവിലെ തന്നെ കലിപ്പിലാണല്ലോ, എന്തു പറ്റി? ചെറുക്ക, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ പോരാളിന്ന് വിളിക്കരുതെന്ന്. ഓ, അതിപ്പോ അങ്ങ് മാറ്റാൻ പറ്റുന്നില്ലെന്നേ, വിളിച്ച് ശീലമായി പോയി. അമ്മ എന്തിനാ അവളെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? ഇങ്ങനെ വിളിച്ചാലൊന്നും അവൾ ഏക്കത്തില്ലാന്ന് അമ്മയ്ക്കറിയാലോ. വിളിച്ച ഏക്കോ ഇല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളെ ഇന്ന് ഞാൻ ഈയിടെ കുറിച്ച് കുഴുത്തക്കേട് കൂടുന്നുണ്ട് അവൾക്ക്. എന്റെ അമ്മ ഒന്ന് നിക്ക്. ഇപ്പൊ ഈ മുട്ടുവേദന വെച്ചോണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാം അവളെ. നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. വന്നിട്ട് കുടിച്ചോളാം. ഇവനെ കൊണ്ട് ദച്ചു, ആ നീ ഇവിടെ എഴുന്നേറ്റിരിക്കുവാണോ? എന്നിട്ടാണോ അമ്മ വിളിച്ചിട്ട് കേൾക്കാഞ്ഞേ? വിളിച്ചായിരുന്നോ? ശ്രദ്ധിച്ചില്ല, ഞാനിപ്പോ ഏറ്റതേ ഉള്ളൂ. എന്തു പറ്റി? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. എന്തു പറ്റാൻ? ഏട്ടന് വെറുതെ തോന്നുന്നതാ. നീ എന്നോടാണോ ദച്ചു കള്ളം പറയുന്നേ? വീണ്ടും ആ സ്വപ്നം കണ്ടോ? അത് ദച്ചു, അത് വിടടോ. മോൾ എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാ ഇങ്ങനെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നത്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എന്റെ മോളിപ്പോ അതൊക്കെ വിട്, എന്നിട്ട് പോയി റെഡി ആവാൻ നോക്ക്. കോളേജിൽ പോകേണ്ടതല്ലേ, ടെൻഷൻ അടിക്കാതെ പോ. ചെല്ല ദച്ചു. അതാണ്. ഞാൻ പോകുക, നീ ഫ്രഷ് ആയിട്ട് താഴോട്ട് വന്നേക്ക്. അമ്മേ, പെട്ടെന്ന് കഴിക്കാനെടുക്ക്, ഞാൻ ഓൾറെഡി ലേറ്റായി. ആ, നീ വന്നോ? ഇരിക്ക്, ഞാൻ കഴിക്കാൻ എടുക്കാം. ഇന്നെന്നാ സ്പെഷ്യൽ? സ്പെഷ്യലോ? നല്ല ചൂട് ദോശയും സാമ്പാറും ഉണ്ട്. ഓ, ഡെയിലി സ്പെഷ്യൽ ആയിരുന്നോ? ഹാ, എന്തായാലും പെട്ടെന്ന് എടുക്ക്. പതിയെ കഴിക്കേണ്ട ദച്ചു, നിറുകൽ കേറുവേ. സമയമില്ല, ബസ് പോകും. ഇപ്പൊ ഓടിയാലേ ബസ് പോകുന്നതിന് മുമ്പ് ബസ് സ്റ്റോപ്പിലെത്തൂ. ബസ്സിനോ? എന്താ? വേണ്ട, പുറത്ത് നല്ല മഴയാ. ഈ സമയത്ത് ബസ്സിനൊന്നും പോകണ്ട, മൊത്തം തെന്നിത്തെറിച്ച് കിടക്കുമായിരിക്കും. ഒന്നാമതേ നിന്റെ സമയം ശരിയല്ലെന്നാ ജോത്സ്യൻ പറഞ്ഞത്. അപ്പൂൻ്റെ കൂടെ കാറിൽ പോയാൽ മതി.
അവൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി നിന്നെ കോളേജിലാക്കിക്കോളും. അമ്മ എന്തിനാ ഈ ജോത്സ്യന്മാരൊക്കെ പറയുന്ന കേൾക്കുന്നേ? മൊത്തം കള്ളന്മാരാ. നീ ഒന്ന് പോയേ തച്ചു. ആ കൃഷ്ണൻകണിയാൻ പറഞ്ഞ അത് അച്ചട്ടാ, ഒന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് വെറുതെ കാശ് കളയാനല്ലാതെ വേറൊരു പ്രയോജനവും ഞാനിതിൽ കാണുന്നില്ല. നീ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. മര്യാദയ്ക്ക് അപ്പൂൻ്റെ കൂടെ കാറിൽ പൊക്കോണം. ശരി, ഞാൻ പൊക്കോളാം. എന്തായാലും ആ ബസ്സിലെ തിക്കൊന്നും കൊള്ളണ്ടല്ലോ. നീ വരുന്നുണ്ടോ ഇല്ലയോ? അല്ല ഞാനിപ്പോ പോകുവേ. ആ ദേവനെ ഇറങ്ങി. നീ വേഗം ചെല്ലാൻ നോക്ക്. ഓക്കെ ബായ്, വൈകിട്ട് കാണാം. ഓക്കെ, ഞാൻ റെഡി, പോകാം. നീ ഇങ്ങനെ തുടങ്ങിയാൽ ശരിയാവില്ല കേട്ടോ. എനിക്ക് സമയത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടതാ. കുറച്ചൊക്കെ നേരത്തെ വരാം. ഞാൻ ബസ്സിൽ പൊക്കോളാം അമ്മയോട് പറഞ്ഞതാ. അതെങ്ങനാ? ആവശ്യമില്ലാത്ത ജോത്സ്യന്മാരെയൊക്കെ പോയി കണ്ടിട്ട് അവര് പറയുന്ന ഓരോന്ന് കേട്ട് ഇവിടെ എനിക്ക് സമാധാനം തരുന്നില്ല. അമ്മ ഇതൊക്കെ എന്തിനാണാവോ വിശ്വസിക്കുന്നത്? അത് വിടടോ. അമ്മ പണ്ട് തൊട്ടേ അങ്ങനെയല്ലേ, അമ്പലവും പൂജയായിട്ടൊക്കെ. അതുകൊണ്ടാ. പാറു, അതാരാ? അതാരുമില്ല. ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ ഡ്രൈവ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ പോകുന്നു. ശരി, ഞാൻ പറയാം. പക്ഷെ തൽക്കാലത്തേക്ക് നീ ഇത് അമ്മയോട് പറയരുത്. ഏട്ടൻ കാര്യം പറ. അവളുടെ പേര് പാർവതി. ഞങ്ങൾ 1 year ആയിട്ട് റിലേഷനിലാ. 1 yearോ? എന്നിട്ട് എന്നോടെന്താ പറയാഞ്ഞേ? അതിന് നീ ഇത് ഇപ്പോഴല്ല കണ്ടുപിടിച്ചേ. അവള് പറഞ്ഞിട്ടാടാ. തൽക്കാലത്തേക്ക് ഇത് ആരെയും അറിയിക്കണ്ട. അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പതിയെ വീട്ടിൽ പറഞ്ഞാ മതിയെന്ന്. വീട്ടില് സമ്മതിക്കുവോ? നമ്മുടെ അമ്മ സമ്മതിക്കും. അവളുടെ വീട്ടിലെ കാര്യം അറിയില്ല. അതൊക്കെ സമ്മതിക്കും. എന്റെ അപ്പോട്ടിനെ പോലെ നല്ലൊരു പയ്യന് ആർക്കാ ഇഷ്ടപ്പെടാത്തെ? അങ്ങനെ സംഭവിക്കട്ടെ. എന്നോടെങ്കിലും നേരത്തെ പറയായിരുന്നത്. സോറിടാ. ഇനി എന്താണെങ്കിലും ഏട്ടൻ മോളോട് പറയാം. സോറി മാത്രം പോരാ. പിന്നെന്താ? എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു തരണം. ഓക്കെ, ഇപ്പൊ സമയമില്ലല്ലോ. ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിട്ട് വരാം. ഗായു, നീ ഇതെവിടായിരുന്നു? എത്ര നേരമായി ഞാൻ നിന്നെ നോക്കുന്നെന്നറിയോ? അത് ഞാൻ സ്റ്റേജിന്റെ അവിടെ ആയിരുന്നു. അല്ല, ദക്ഷ വന്നില്ലേ? ഞാൻ അവളെ നോക്കി നിൽക്കുമായിരുന്നു. ഇതുവരെയും തമ്മിലോട്ട് എത്തിയിട്ടില്ല. ഇന്നും അവള് ലേറ്റ് ആണോ? ഞാൻ ഇന്നലെ പറഞ്ഞത് അവളോട് അഭിയേട്ടന്റെ പാട്ടിന്നുണ്ട്, നേരത്തെ വരണമെന്ന്. ഓ, ഞാൻ പറയാമെന്ന് കാര്യം വിട്ടുപോയി. എടി, അഭിയേട്ടന്റെ പാട്ട് തുടങ്ങാൻ സമയമായി. അയ്യോ ആണോ? ഈ പെണ്ണിനെ കൊണ്ട്. ഞാൻ നാളെ വിളിച്ചു നോക്കട്ടെ.
ആ അതെ, അവള് വന്നു. അപ്പൊ ശരി ചേട്ടാ, ഞാൻ പോവാ. ബൈ. ആ വൈകിട്ട് ഞാൻ കൂട്ടാൻ വരത്തില്ല കേട്ടോ, ബസ്സിന് വന്നോണം. ആ ശരി 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 ശരി, ബൈ. തമ്പുരാട്ടി ഇപ്പോഴാണോ എഴുന്നള്ളിയേ? കുറച്ചുകൂടി താമസിച്ച് വരാറുന്നല്ലോ. അങ്ങനൊന്നും പറയല്ലേ ഗായു, മാഡത്തിന് അത് ചിലപ്പോ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഓ സോറിയടാ, ഞാൻ ഇന്ന് കുറച്ച് ഉറങ്ങിപ്പോയി, അതുകൊണ്ടല്ലേ. നിന്നോട് ഞാൻ എത്ര തവണയാ കൊച്ചേ പറഞ്ഞത് ഇന്ന് അഭിയേട്ടന്റെ പാട്ടുണ്ട് നേരത്തെ വരണോന്ന്? എന്നിട്ട് നീ താമസിച്ച് തന്നെയാ വരുന്നത്. അയ്യോ തിന്നായിരുന്നോ? ഞാനിതങ്ങ് മറന്നുപോയി. സോറി ചക്കരെ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. രണ്ടും കൂടെ പിന്നെ പറഞ്ഞു വഴക്കിത്. ഇപ്പൊ അവിടെ പരിപാടി തുടങ്ങാറായി, വേഗം വാ. സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുഖിലോ അകമലരിലും നീയേ ജനിമൃതിയിലും നീയേ അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കമിനിയേ കൺമണിയേ സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുഖിലോ ഓ എന്ത് രസമല്ല അഭിയേട്ടന്റെ പാട്ട് കേൾക്കാൻ. ശരിയാ. ഉഫ് എന്റെ മോനെ, പാട്ടെന്നൊക്കെ വെച്ച ഇതാണ് പാട്ട്. എന്താ വോയിസ്. വോയിസ് മാത്രമാണോ? പുള്ളി കാണാനും നല്ല ലുക്കല്ലേ. അതുകൊണ്ടെന്താ, ഈ കോളേജിലെ പകുതി മുക്കാൽ ഗേൾസും അങ്ങേറെ പുറകെ. പക്ഷെ പുള്ളിക്ക് ഇഷ്ടം വേറെ ചിലരോടൊക്കെയാണ്. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഡി അങ്ങേർക്ക് ശരിക്കും നിന്നോട് എന്തോ ഉണ്ടെന്നേ. പിന്നെ അങ്ങനൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. ഈ കോളേജിലുള്ള പകുതി മുക്കാൽ ഗേൾസും പുള്ളിയുടെ പുറകെ. പുള്ളി അവരെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ നിന്നോട് മാത്രമായി ഇങ്ങോട്ട് വന്ന് ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത്. അത് ഞങ്ങളെ മിക്ക പ്രോഗ്രാംസിനും ഒരുമിച്ചാണല്ലോ പാട്ടൊക്കെ പാടാറ്. ആ ഒരു ഇതിൽ വന്ന് മിണ്ടുന്നതായിരിക്കും. അതാണ്, ഈ കോളേജിൽ വേറെ കുറെ പിള്ളേർ പാടും. പക്ഷെ പുള്ളിയുടെ പേരായിട്ട് പാടാൻ നിന്നെ മാത്രമേ വിളിക്കാറുള്ളൂ. അതെന്താ അങ്ങനെ? നീ പറ. അത് പിന്നെ ഞങ്ങൾ നല്ല കൂട്ടാണല്ലോ, അതുകൊണ്ടാവാം. വെറുതെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, പുള്ളിക്ക് എന്തോ ഉണ്ട്, അതുറപ്പാ. എന്തായാലും നീ ഒരു പ്രപ്പോസലിന് മുന്നിൽ കണ്ടോ? ഹേയ്, അത് മാത്രമല്ല, പുള്ളി എവിടെയെങ്ങാനും പ്രപ്പോസ് ചെയ്താൽ പുള്ളിക്ക് കുറച്ച് ഫാൻ ഗേൾസ് ഒക്കെ ഉണ്ട്. പണി എവിടുന്നാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നീ ഒന്ന് കരുതിയിരുന്നോ ദക്ഷേ. എന്തേലും ആട്ടെ, എന്താന്ന് വെച്ചാ വഴിയെ കാണാം. സമയമുണ്ടല്ലോ, എനിക്കാരെയും പേടിയില്ല. വാ, ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓ എന്ത് രസമല്ല അഭിയേട്ടന്റെ പാട്ട് കേൾക്കാൻ. ആർക്കായാലും പുള്ളിയോടൊന്ന് ക്രഷ് അടിച്ച് പോകും. അങ്ങനെ ആര് ക്രഷ് അടിച്ചാലും ഇല്ലെങ്കിലും
അഭിയേട്ടൻ അതെനിക്കുള്ളതാ. നിനക്ക് തോന്നുന്നുണ്ടോ പുള്ളിക്ക് നിന്നോട് ഇഷ്ടമാകുമെന്ന്? ഇഷ്ടമായാലും ഇല്ലെങ്കിലും അഭിയേട്ടൻ എനിക്കുള്ളതാ. ഞാനങ്ങനെ ആർക്കും എൻ്റെ അഭിയേട്ടനെ വിട്ടുകൊടുക്കില്ല, അതാരായാലും. പക്ഷെ അഭിയേട്ടന് വേറെ ആരെയെങ്കിലുമാണ് ഇഷ്ടമെങ്കിലോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? കോളേജിൽ മൊത്തത്തിലൊരു റൂമറുണ്ട്, അഭിയേട്ടന് ദക്ഷയോടെന്തോ ഇഷ്ടമൊക്കെ ഉണ്ടെന്ന്. ദക്ഷ അവൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എൻ്റെ വഴിക്ക് തടസ്സമായിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം അവൾ എന്നിൽ നിന്നും തട്ടിയെടുത്തിട്ടാണ് ഉള്ളത്. അഭിയേട്ടനെ കൂടി ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല. അഭിയേട്ടൻ എനിക്കുള്ളതാ, എൻ്റേത് മാത്രം. നീ എന്താ ചെയ്യാൻ പോകുന്നേ? എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല. സമയം അനുസരിച്ച് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. നീ എന്താ ഈ എഴുതുന്നേ? ഓ ഇതാണോ? അസൈൻമെന്റാ, കൊറേ എഴുതാനുണ്ട്. നീ എനിക്ക് കുറച്ച് എഴുതി തരുമോ? അയ്യോ ഇപ്പൊ സമയമില്ലടി, എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. നീ അർപ്പിതിനോട് ചോദിക്ക. അർപ്പിതേ ഒന്ന് എഴുതി താടാ. നോക്കണ്ട മോളെ, എന്നെ നോക്കണ്ട, ഞാൻ എഴുതി തരത്തില്ല. എടാ എന്താടാ നീ ഇങ്ങനെ? ഇല്ല ഗായു, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ തവണ നടക്കത്തില്ല. എടാ ഇത് അമൽ സാറിന്റെ വീടാ. സാർ തന്ന അസൈൻമെന്റ് ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഞാനാണ് അതങ്ങ് മറന്നും പോയി. ഇപ്പൊ എനിക്ക് അതിൽ എഴുതണം. നീ എനിക്ക് ശ്രുതി മിസ് തന്ന അസൈൻമെന്റ് ഒന്ന് എഴുതി തരാമോ? മിസ്സിന്റെ വീട് 2 വീടുകൂടെ കഴിഞ്ഞല്ലേ, അത് അപ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി. നീ എന്താ എഴുതാഞ്ഞേ? അതല്ലേടാ പറഞ്ഞ, ഞാൻ മറന്നുപോയിന്ന്. ശരി, ഞാൻ എഴുതി തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. അല്ല എന്താ നിന്റെ കണ്ടീഷൻ? അസൈൻമെന്റ് ഒക്കെ ഞാൻ എഴുതി തരാം, പക്ഷെ ഇന്നത്തെ എന്റെ ക്യാൻറ്റീന്റെ ഫുൾ ചെലവും നീ എടുക്കണം. ഫുള്ളോ? അതൊന്നും പറ്റില്ല, നീ വേറെ എന്തെങ്കിലും പറ. എന്നാ ശരി, നീ തന്നെ എഴുതിക്കോ. എടാ നീ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവുന്നേ? നിനക്ക് എഴുതി തരണോ വേണ്ടയോ? അയ്യോ നിക്ക്, ഫുള്ളൊന്നും പറ്റില്ല, ഒരു പകുതി. ശരി, പകുതി എങ്കിൽ പകുതി. നീ ആ ബുക്കിംഗ് എടുക്ക്. താങ്ക് യു, നീ എന്റെ മുത്താണ്. ഓ ആയിക്കോട്ടെ, ഇപ്പൊ നീ ഇരുന്ന് എഴുതാൻ നോക്ക്. അമൽ സാർ ഇപ്പൊ വരൂ. ഓക്കെ. ആഹാ, എന്താ ഒരു സന്തോഷം എഴുതി തരാന്ന് പറഞ്ഞപ്പോ. ഗുഡ് മോർണിംഗ്. സോ ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മുഗൾ എംപയറിനെ കുറിച്ചാണ്.
അതിനു മുമ്പ് ലാസ്റ്റ് വീക്ക് ഞാൻ തന്ന ഒരു അസൈൻമെന്റ് ഉണ്ടല്ലോ, അതെല്ലാവരും എടുക്കുക. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തുണ്ടോ? ഞാൻ പെട്ടു, ഞാൻ എഴുതിയിട്ടില്ല. ശരിക്കാതൊരു ദുഷ്ടി. ഓക്കെ, ദിവ്യ ആ ബുക്ക് എല്ലാവരുടെയും കളക്ട് ചെയ്യും. ഓക്കെ സാർ. അയ്യോ, ഞാൻ എഴുന്നേക്കാൻ പോവാ. ദൈവമായി നിർത്തി പിടിക്കാതിരുന്നാ മതി. സാർ, ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ? യെസ്, എന്താ കാര്യം? അത് സാർ, ഞങ്ങളെ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യവും പ്രോഗ്രാം ഡീറ്റെയിൽസും ഒക്കെ പറയാൻ വന്നതാ. ഓക്കെ, താങ്ക് യു സാർ. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ വന്നത് നമ്മുടെ ഈ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവൽ അഥവാ യുവജനോത്സവത്തെ പറ്റി പറയുവാനാണ്. നെക്സ്റ്റ് വീക്ക്, അതായത് ഈ വരുന്ന 28, 29, 30 ദിവസങ്ങളിലാണ് നമ്മൾ അത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഹായ്. പോടാ. ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഫസ്റ്റ് ഡേ ആയിരിക്കും നടക്കുക. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പ്രോഗ്രാംസ്, അതായത് ഡാൻസ്, മ്യൂസിക്, മോണോ ആക്ട്, റെസിറ്റേഷൻ, സ്പീച്ച് തുടങ്ങിയവ 29, 30 തീയതികളിലായിരിക്കും നടക്കുക. ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ എന്റെ അടുത്തും ഓൺ സ്റ്റേജ് മത്സരങ്ങളിൽ അഭിമന്യുവിന്റെ അടുത്തുമാണ് ചെല്ലേണ്ടത്. ഇവൻ ഓൺ സ്റ്റേജ് മത്സരങ്ങൾ, പ്രത്യേകിച്ച് മ്യൂസിക് ആൻഡ് ഡാൻസ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾ എന്റെ അടുത്താണ് വരേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതൊക്കെ പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായി നോട്ടീസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കോമ്പറ്റീഷൻ. താങ്ക് യു സാർ. ഓക്കെ ദെൻ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ. ദിവ്യ, ബുക്ക് എല്ലാവരുടെയും കളക്ട് ചെയ്യും. ഓക്കെ സാർ. നീ ബുക്ക് സബ്മിറ്റ് ചെയ്തോ? ഞാൻ അഭിയേട്ടനൊക്കെ വന്ന ഗ്യാപ്പിൽ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് എഴുതാനുള്ളായിരുന്നു. ആഹാ, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞാനൊരു നിമിഷം എൻ്റെ കാര്യം തീർന്നു എന്നാ കരുതിയേ. ഒന്നാമത്തെ ഞാൻ അമൽ സാറിൻ്റെ നോട്ടപ്പുള്ളിയാ. യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ വരുന്നേ? നീ എന്തിനെങ്കിലും ഉണ്ടോ? പിന്നെ ഇല്ലാതെ ഈ തവണ എൻ്റെ നാടോടി നൃത്തം കാണും. 2 മാസം മുമ്പ് തൊട്ട് ഞാൻ അതിനു വേണ്ടി കണ്ണിൽ പെട്രോൾ ഒഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാ. ആഹാ, എന്നാ ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ കാണും. നീ എന്തിനെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. നീ കണ്ടോ, അഭിയേട്ടൻ ക്ലാസ്സിൽ വന്നപ്പോൾ മുതൽ അവളെ ആയിരുന്നു നോട്ടം. എന്തായിരുന്നു ചിരി. നീ ഇങ്ങനെ ഇരുന്നോ. ഇപ്പോഴേ നീ ഒന്നും ചെയ്തില്ലെങ്കിൽ അവൾ അഭിയേട്ടനെ കൊണ്ടങ്ങ് പോകും. നോ, അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഭിയേട്ടൻ എന്റെയാ, എന്റേത് മാത്രം. നീ കണ്ടതല്ലേ അവളെ കണ്ടപ്പോഴുള്ള അഭിയേട്ടന്റെ മാറ്റം. എന്താണെങ്കിലും നീ പെട്ടെന്ന് ചെയ്യണം. നീ നോക്കിക്കോ, അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ വരുന്നത്. എന്നാടാ നിന്റെ ലൈവ്? നീ ഇരിക്ക്, ഒരു കാര്യം പറയാനുണ്ട്. നീ ഇന്നലെ വീട്ടിൽ പോയേക്കോലായിരുന്നോ? ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാനും അരുണും കൂടെ സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടി ഹോസ്റ്റലിലെ മതിലങ്ങ് ചാടി. എന്നിട്ട് സംഭവിച്ച ചളിപ്പാണേ. ഷോ കഴിഞ്ഞ് ഏതാണ്ട് 12:30 തിരിച്ചു വന്നപ്പോ ദേണ്ടടാ റോഡിൽ ചെക്കിങ്. ഞാൻ പറഞ്ഞതാ ഈ പൊട്ടനോട് ഹെൽമെറ്റ് എടുക്കാന്ന്. ഇവൻ സമ്മതിച്ചില്ല. ഇവൻ പറയുവാ ഈ സമയത്ത് ചെക്കിങ് ഒന്നും കാണത്തില്ലെന്ന്.
ഞാൻ അറിഞ്ഞോ ഈ പാതിരാത്രിക്ക് ഇവര് പോലീസ് ജീപ്പ് കൊണ്ട് റോഡിന് നടുക്ക് വന്ന് കിടക്കുമെന്ന്? അതുകൊണ്ട് തന്നെ ഈ പട്ടി ഒറ്റ ഒരുത്തം കാരണം ഇന്നലെ എന്റെ 500 പെറ്റി അടിച്ചത്. നീ ചിരിക്കരുത്, മര്യാദക്ക് എന്റെ 500 ഇടിച്ചേടാ. എന്റെ കയ്യിൽ എവിടുന്നാടാ? അതൊക്കെ ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ഓർക്കണായിരുന്നു. അല്ലടാ, അഭി വന്നില്ല നിങ്ങളുടെ കൂടെ? അവൻ സിനിമ കണ്ടതാന്ന്. പിന്നെ മൂപ്പര് കാര്യമായിട്ട് എന്തോ വലിയ പഠിത്തത്തിലായിരുന്നേ. പിന്നെ ഞങ്ങളങ്ങ് ശല്യപ്പെടുത്താൻ ചെന്നില്ല. അതേതായാലും നന്നായിട്ട് അഭിനി പോകാഞ്ഞേ. അഭി, അഭി, എന്താടാ നീ ആളെ കൊല്ലുവോ? ഞങ്ങള് പറഞ്ഞു നീ കേട്ടില്ല. ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു? അത് ദേ ചിരിക്കുന്നു. അപ്പൊ എന്തോ ഉണ്ടല്ലോ. എന്താടാ കാര്യം? അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ലേ ചേട്ടൻ അസുഖം മറ്റേതാ? മറ്റേതോ? അതേത്? ഇതാ മറ്റല്ല, അത് ഈ കന്നിമാസം പട്ടിക്കൊക്കെ വരുന്നത്. അയ്യോ അതല്ല, ഞാൻ ഉദ്ദേശിച്ച പ്രേമോ. പ്രേമോ? ഈ വികാരം ഇല്ലാത്ത മണ്ണുണ്ണിക്ക? മണ്ണുണ്ണി നിന്റെ മറ്റവൻ. ആ നീ അത് വിട്. ആരാ കക്ഷി? അത് നമ്മുടെ സെക്കൻഡ് ഇയർ ഹിസ്റ്ററി പഠിക്കുന്ന ദക്ഷിയില്ലേ, അവള്. അവളോ? കഴിഞ്ഞ വർഷം ഞാൻ അവൾക്കൊരു ലവ് ലെറ്റർ കൊടുത്തപ്പോ കാരണം നോക്കി അവളെന്നെ പൊട്ടിച്ചത്. ഇതാ കാട്ടുകോഴി, നീ ലവ് ലെറ്റർ കൊടുക്കാത്ത ഏതെങ്കിലും പെമ്പിള്ളാരി കോളേജിലുണ്ടോടാ? എടാ, സ്നേഹത്തിന് അതിരുകളും നിയമങ്ങളും ഒന്നും ഇല്ലാന്നല്ലേ. പിന്നെ എന്റെ കാര്യത്തിന് ഞാനത് എല്ലാവർക്കും ഒരുപോലെ വിധിച്ചു കൊടുക്കും. അതൊരു തെറ്റാണോ? ഒരാൾക്ക് മാത്രം കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് ഫീൽ ആവത്തില്ലേടോ? ഓ, അവന്റെ ഒരു നന്മ. എന്തിനാണാവോ അവളെ നിന്നെ തല്ലിയത്? എടാ, ഞാനത് അവൾക്കൊരു കോംപ്ലിമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ലെറ്ററില് നിന്റെ മുയലമ്പലാണ് നിന്റെ ഫേസിന്റെ ഹൈലൈറ്റ് നിന്ന് എഴുതിപ്പോയി. അത് പറഞ്ഞ് തീർന്നതും എന്റെ ചെവിക്കെല്ലാം നോക്കി അവളൊരെണ്ണം പൊട്ടിച്ചേ. അതിന്റെ തരിപ്പ് ഇപ്പോഴും വിട്ട് മാറുന്നില്ല അറിയാ. എടാ പൊട്ടാ, അവളുടെ ഇരട്ടപ്പേരെടാ മുയലുംപലിന്ന്. അവൾക്കാണ് അങ്ങനെ വിളിക്കുന്ന കേട്ടാലേ കലിപ്പാണ്. ഞാൻ അറിഞ്ഞു അത് അവളുടെ ഇരട്ടപ്പേരാണ്. എന്തായാലും നിനക്ക് ഒരെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു, അതിപ്പോ പൂർത്തിയായി. അല്ലടാ അബി, ഇനി എന്നാ അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞു പറയാൻ പോന്നെ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എന്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയും. ദേടാ, നിന്റെ ആള് പോന്നു. നിങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാവേ. ഹേയ് ദക്ഷ, നിങ്ങളെന്താ ഇവിടെ കറങ്ങി നടക്കുന്നേ? ക്ലാസ് ഇല്ലേ? ക്ലാസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ വേറെ ചിലരുടെ കയ്യിലിരിപ്പ് കാരണമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതെന്ത് പറ്റി? ഒന്നുമില്ല ചേട്ടാ, മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ കുത്തിപ്പൊക്കി ഏൽപ്പിച്ച് അതും ഇതും പറഞ്ഞിട്ട് ലാസ്റ്റ് മിസ് പിടിച്ചപ്പം എന്റെ തലയല്ല. ഞാനാണോ കാരണക്കാരി? നീയല്ലേ എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചേ? എല്ലാത്തിലും തുടക്കം നീയായിരുന്നല്ലോ. ഓ മതി മതി, രണ്ടും കൂടി കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കുക. ശരിയാ, ഇതുങ്ങളെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ല പാടാ. ഓ, പറഞ്ഞ പോലെ പറയാമെന്ന കാര്യം മറന്നുപോയി. എടോ, തന്നോടൊരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. എന്താ അഭിയേട്ടാ? എടോ, അത് തനിക്ക് ഓക്കെ ആണെങ്കിൽ ഈ തവണത്തെ യൂത്ത് ഫെസ്റ്റിവലിനും താൻ്റെ പേരായിട്ട് പാടാവോ? അയ്യോ, ഞാനോ? അത് ശരിയാവില്ല ബേട്ടാ. അയ്യോ, അങ്ങനെ പറയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ചല്ലേ പാടിയത്. ഈ തവണയും താൻ തന്നെ എന്റെ പേരാവണമെന്ന് എന്റെ ആഗ്രഹം. അത് പിന്നെ അഭിയേട്ടാ, ഞാനങ്ങനാ. എടാ, തനിക്ക് അറിയാലോ, താൻ പാടിയ നമുക്ക് കപ്പുറപ്പാ. എന്നാലും
ദക്ഷ പ്ലീസ്. ശരി, ഞാൻ പാടാം. അപ്പൊ നാളെ ഉച്ച കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ഓഡിറ്റോറിയത്തിൽ അങ്ങോട്ട് വന്നേക്കാം. അപ്പൊ വിട്ടോ, എനിക്ക് ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്കുകൾ എടുക്കാനുണ്ട്. ശരിയാ ബേട്ടാ. എന്താ? ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്ത്? ഞാൻ പ്രതീക്ഷിച്ചതാ അബിയേട്ടന്റെ ഈ വരവ്. ഈ തവണയും അബിയേട്ടന്റെ കൂടെ പേരായിട്ട് പാടുന്ന നീ തന്നെ. അത് വന്ന് വന്ന് ലൈഫിലും പേരാകാതിരുന്നാ മതിയായിരുന്നു. ദേ ഗായു, ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ലാന്ന്. നിനക്കൊന്നുമില്ലായിരിക്കും, പക്ഷെ അബിയേട്ടനില്ലാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നീ നോക്കിക്കോ, ഇനി അധികം ദിവസമൊന്നും വേണ്ടി വരില്ല. അബിയേട്ടൻ നീ എടുത്ത് ഏതെങ്കിലും ഒരു ദിവസം നിന്നെ പ്രപ്പോസ് ചെയ്യും. അതിന് എന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൂ, എന്താ അമ്മേ? നീ വാ, കഴിക്കാൻ എടുത്ത് വെക്കാം. ദച്ചുവിനെ കൂടി വിളിക്ക്. വന്നപ്പോ റൂമിനകത്ത് കയറിയതാ, ഇതുവരെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അമ്മ വിളിച്ചില്ലേ? വിളിച്ചതാ, അവൾക്കെന്തോ തലവേദനയാ, പിന്നെ വരാന്ന്. തലവേദനയോ? അമ്മ പിന്നെ നോക്കിയില്ലേ? മുമ്പേ ചെന്ന് നോക്കിയപ്പോ നല്ല ഉറക്കമായിരുന്നു, പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ നിന്നില്ല. ഞാനിന്ന് പോയി നോക്കട്ടെ. ദച്ചു, ഇവളിവിടെ പോയി? ബാത്റൂമിലാണോ? ദച്ചു, നീ അകത്തുണ്ടോ? ദച്ചു, ഇവിടെ ഇല്ലേ? അങ്ങനൊന്നുമില്ലാന്ന്. നിനക്കൊന്നുമില്ലായിരിക്കും, പക്ഷെ അബിയേട്ടനില്ലാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നീ നോക്കിക്കോ, ഇനി അധികം ദിവസമൊന്നും വേണ്ടി വരില്ല. അബിയേട്ടൻ നീ എടുത്ത് ഏതെങ്കിലും ഒരു ദിവസം നിന്നെ പ്രപ്പോസ് ചെയ്യും. അതിന് എന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തു പറ്റി? പനി വല്ലതും ഉണ്ട് മോൾക്ക്? തലവേദന എന്ന് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഉണ്ട്? തലവേദനയോ? മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. എന്നിട്ടാണോ തണുപ്പടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നേ? അകത്തോട്ട് വാ. ഞാൻ വന്നോളാം, ഏട്ടൻ പൊക്കോ. കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കട്ടെ. എന്താടാ പറ്റിയേ? രാവിലത്തെ കാര്യം ആലോചിച്ചിട്ടാണോ? ഏയ്, അതൊന്നുമല്ല. ഇത് യൂത്ത് ഫെസ്റ്റിവൽ വരുവാ, അതിനെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ച്. മോൾ എന്തിനെങ്കിലും ഉണ്ടോ? പാട്ട് പാടുന്നുണ്ട് അബിയേട്ടന്റെ കൂടെ. എന്നാ അത്? ഈ മാസം 27-ന്. അയ്യോ, ഏട്ടനെ വരാൻ പറ്റില്ലല്ലോ. അന്ന് ഹോസ്പിറ്റലിൽ 1-2 സർജറി ഉണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഗായൊക്കെ ഉണ്ടല്ലോ. രാവിലെ ഞാനൊരു കാര്യം ചോദിച്ചില്ലേ, നിനക്കത് വേണ്ടേ? എന്ത്? ഇത്. താങ്ക് യു. താഴോട്ട് വാ, അമ്മ ഫുഡ് എടുത്ത് വെച്ചേക്കുവാ.
അച്ചു ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ആ അഭിയേട്ടാ, ഏട്ടനും കൂടി ചെന്നോ. ആ അഭിയേട്ടാ, ഇതാ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആ ഡാ ഇവരാ മോഹൻലാലിടത്തിന് അങ്ങോട്ടും ഉണ്ടാക്കുക. ഫസ്റ്റ് ഇയർ ഫിസിക്സ്. ആ ഏട്ടാ. ഡാ രാഹുലെ, നീ ആ തിരുവാതിരക്കാരോട് ആ സ്റ്റേജിന്റെ സൈഡിലോട്ട് കയറി നിൽക്കാൻ പറ, അവരുടെ അടുത്ത്. ആടാ. അല്ല, നിങ്ങളുടെ പാട്ട് എപ്പോഴാ? ഈവനിങ്ങാ. ഇന്നെങ്കിലും പറയൂ. നീ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. പോടാ. എടി എനിക്ക് ടെൻഷൻ ആവുന്നടി. ഒന്ന് അനങ്ങാതെ നിൽക്കടി, ഞാൻ ഈ പിന്നൊന്ന് കുത്തട്ടെ. ദേ അധികം വെള്ളമൊന്നും കുടിക്കണ്ട. എങ്ങാനും ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ ഇത് മൊത്തം അഴിക്കേണ്ടി വരും. ദക്ഷ ഇവിടെ സെറ്റായോ? ആ ഇവിടെ റെഡിയായി. ഒരു തടങ്ങി നിക്കത്തില്ല, ടെൻഷനാണ് പോലും. ആഹാ റെഡിയായോ? ഇങ്ങോട്ട് നോക്കിയേ. ഷോ മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോ ആളങ്ങ് മാറിപ്പോയല്ലോ. മേക്കപ്പ് മാത്രമേ ഉള്ളൂ, എങ്ങാനും കളിക്കുമ്പോ സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ തീർന്ന്. ഞാനാണെ പകുതിയും മറന്നുപോയി. അതൊക്കെ താൻ സ്റ്റേജിൽ കയറി കളിച്ചു തുടങ്ങുമ്പോ തനിയല്ല ഓർമ്മ വന്നോളൂന്നേ. ടെൻഷൻ അടിക്കാതിരുന്നാ മതി. ഇത് തന്നെ ഞാൻ 1 മണിക്കൂറായി ഇവളോട് പറഞ്ഞോണ്ടിരിക്കുന്നേ. തലയിൽ കയറണ്ടേ? അതൊക്കെ വെറുതെയാ, അവള് കളിച്ചോളും അല്ല കായു. വെറുതെ എന്റെ കൊച്ചിനെ വഴക്ക് പറയും. നാടോടി നൃത്തത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ സ്റ്റേജ് 1 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഐ റിപ്പീറ്റ്, നാടോടി നൃത്തത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ സ്റ്റേജ് 1 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു. അയ്യോ ഞാനോ എടുത്തത്, എനിക്ക് ടെൻഷൻ ആവുന്നടി. ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചെല്ല, ഞങ്ങൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ കാണും. ഡോ താൻ പാടെ നോക്കിയല്ലേ, നമ്മുടെ പ്രോഗ്രാം ഈവനിങ്ങാ, സോ കൊറേ ലേറ്റ് ആകും. ആ ഞാൻ ഓക്കെ അബേട്ടാ. തണുത്തതൊന്നും അധികം കഴിക്കണ്ട കേട്ടോ. പിന്നെ വോയിസിന് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. ആ ശരി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. പിന്നെ തനിക്കിപ്പോ കുടിക്കാൻ എന്തെങ്കിലും വേണോ? എന്റെ പൊന്ന് അബിയേട്ടാ, എനിക്കൊന്നും വേണ്ട. ഏട്ടൻ ആദ്യം എവിടെയാലും ഒന്ന് ഇരിക്ക്. രാവിലെ ഏട്ടൻ ഇവിടുന്ന് ഓടുന്നല്ലേ. ഞാൻ ഇരുന്നോളാടോ, താൻ ആദ്യം തന്റെ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ എന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏട്ടൻ ഇങ്ങനെ കിടന്ന് ഓടിയാ വൈകുന്നേരം ആകുമ്പോഴേക്കും സൗണ്ട് ഒക്കെ അങ്ങ് പോകും. കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുക്ക്. രാഹുലേട്ടനും അരുണേട്ടനും നമുക്ക് കണ്ടല്ലോ, ബാക്കി അവര് നോക്കിക്കോളും. ഓ ആയിക്കോട്ടെ, മാഡം പറഞ്ഞിട്ട് ഇനി കേട്ടില്ലാന്ന് വേണ്ട. ഇപ്പൊ നമുക്ക് ഗായുവിന്റെ ഡാൻസ് കാണാൻ പോകും. ഞാൻ അവളുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം. അഭിയേട്ടൻ വരുന്നോ? ഇല്ലടോ, എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. താൻ അവളോട് ഡാൻസ് അല്ലാന്ന് പറഞ്ഞേക്ക്. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗായു, നീ ഇവിടെ ഉണ്ടായിരുന്നോ?
എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നടി. അപ്പൊ നിനക്ക് കഴിവൊക്കെ ഉണ്ടല്ലേ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? പൊങ്ങി പൊങ്ങി ഒത്തിരി മേലോട്ട് പോകണ്ട, വന്നു പിടിക്കാൻ എനിക്ക് നേരമില്ല. നീ ഒന്ന് പോയേ. അവന് കുശുമ്പാടി. ഫസ്റ്റ് നിനക്ക് തന്നെയാ. അതിപ്പോൾ നീ പറയാതെ തന്നെ എനിക്കറിയാലോ. ഇവന് ഇന്ന് ഞാൻ ഒന്ന് നിർത്ത്. ഇന്നൊരു ദിവസമെങ്കിലും രണ്ടും കൂടെ വഴക്കുണ്ടാക്കാതെ ഇരിക്കൂ. ഡി, നീയല്ലേ പറഞ്ഞേ അവൾക്കുള്ള പണി ഇന്ന് കൊടുക്കുമെന്ന്. എന്നിട്ടിപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ തീരാറായല്ലോ. പണിയൊക്കെ ഞാൻ എപ്പോഴേ സെറ്റാക്കി മോളെ. അതെപ്പോൾ? അല്ല, നീ എന്താ ചെയ്തേ? നീ അവളെ കുടിക്കുന്ന ഡ്രിങ്ക് കണ്ടോ? കണ്ടു. അതിൽ ഞാൻ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡോസ് കൂടിയതാ. അത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവൾ ഡ്രങ്ക് ആകും. പിന്നെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് അവൾക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. ശരി, അവളെ ഡ്രങ്ക് ആക്കിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ? നെക്സ്റ്റ് പ്രോഗ്രാമാണ് അവളും അഭിയേട്ടനും ഒരുമിച്ച് പാടുന്നത്. അവൾ ഓൾറെഡി ഡ്രങ്ക് ആകുമല്ലോ. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പാട്ടായിരിക്കുമല്ലോ നടക്കുന്നത്. പ്രോഗ്രാം മൊത്തത്തിൽ കൊളവാക്കും. ബാക്കി ഞാൻ പറയാം. കുടിച്ചിട്ട് സ്റ്റേജിൽ കയറി വന്ന് പ്രോഗ്രാം കുളമാക്കിയതിന് അഭിയേട്ടൻ അവളോട് ദേഷ്യമാകും. ആ ദേഷ്യം നമ്മൾ പതിയെ വെറുപ്പാക്കി മാറ്റും. പിന്നെ അഭിയേട്ടൻ അവളെ സ്നേഹിക്കില്ല. ഈ അവസരം നോക്കി അഭിയേട്ടനെ നിന്റെ വഴുതിക്ക് കൊണ്ടുവരും. അങ്ങനെ അഭിയേട്ടൻ നിനക്ക് സ്വന്തം. ശരിയല്ലേ? എക്സാക്ട്ലി. നീ വാ, നമുക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം. എങ്കിലല്ലേ ഷോ ശരിക്കും കാണാൻ പറ്റൂ. ദക്ഷ, താൻ റെഡി അല്ലേ? നെക്സ്റ്റാ നമ്മുടെ. ആ, ഞാൻ റെഡിയാ. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ? രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുന്നു. മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായുണരുന്നു. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം. അലനൊറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ. അലയാൻ വാ, അലിയാൻ വാ, ഈ പ്രണയതൽപ്പത്തിൽ അമരാൻ വാ. ആ, 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 ആ,
ഇതെങ്ങനെയാ? എല്ലാം ഞാൻ കറക്റ്റായി ചെയ്തതാ. ഇനി കുപ്പി വല്ലതും മാറിപ്പോയതാണോ? ഏയ്, ഞാൻ അതിൽ തന്നെ അത് മിക്സ് ചെയ്തേ. ചിലപ്പം വേറെ ആരെങ്കിലും എടുത്ത് കുടിച്ചു കാണുമോ? അങ്ങനെ സംഭവിക്കുമോ? പറയാൻ പറ്റില്ല. എന്നാലും അതെങ്ങനെയാ? ശ്ശേ. അയ്യോ, ഞാൻ മടുത്തു. എന്താടാ? ആ സ്റ്റേജിലെ കർട്ടനില്ലേ, അത് താക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇടയ്ക്കൊന്ന് സ്റ്റക്കായി പോയി. ഞാനത് ശരിയാക്കുമായിരുന്നു. ഓരോരുത്തരും ഒടുക്കത്തെ ചൂടും, ഒരു കൂളർ പോലും ഇല്ലായിരുന്നു അവിടെ. നീ കുറച്ചു നേരം ഇരിക്ക്. ഇത് ഞാൻ കുടിക്കുവാണേ, വേറെ ഞാൻ കൊണ്ടുതരാം. ആ, നീ ഇത് വിട്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. നോ, ഇനിയൊന്നും വേണ്ട. നീ പറഞ്ഞത് അത് ജസ്റ്റ് ഒരു റൂമറാണെന്നല്ലേ? അഭിയേട്ടന് ദക്ഷയെ ഇഷ്ടമാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇനി തൽക്കാലത്തേക്ക് ഒന്നിനും ഞാനില്ല. അഭിയേട്ടനോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പോകുക. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നിനക്കിതെന്തു പറ്റി? അങ്ങനെയൊന്നും നീ ഒന്നിൽ നിന്നും പിന്മാറുന്നതല്ലോ. അതെല്ലാം ശരിയാ, പക്ഷെ അഭിയേട്ടൻ്റെ കാര്യത്തിൽ മാത്രം വലിച്ചു നീട്ടിക്കൊണ്ട് പോയി റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയും. അഭിയേട്ടൻ പോസിറ്റീവ് റിപ്ലൈ തന്നാൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. നെഗറ്റീവ് ആണെങ്കിൽ നോക്കിയാൽ പോരെ. ഞാൻ തോറ്റു പിന്മാറി എന്ന് നീ കരുതണ്ട. റിപ്ലൈ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അഭിയേട്ടൻ എൻ്റേത് മാത്രം. അപ്പോൾ ദക്ഷ, ആദ്യം ഇത് നോക്കാം, പിന്നെ അവളുടെ കാര്യം. എന്നാലും അതെങ്ങനെ മാറിപ്പോയി? നീ എന്ത് സാധനമാടാ കുടിച്ചേ? ഞാനോ? ഒന്നും കുടിച്ചില്ല. നീയാ എന്തോ കുടിച്ചേ? നീയല്ല ഇങ്ങനെ കിടന്നാടുന്നേ. മിണ്ടരുത്. എന്റെ വായ ഇരിപ്പിക്കുന്ന ഒന്നും കേൾപ്പിക്കരുത് നീ. ഗായു, നിന്റെ തല രണ്ടായിട്ട് കാണുന്നു. രണ്ടല്ല 10. നീ മിണ്ടാതെ നടന്നേ. ഇവനെ ഞാൻ എന്താ ചെയ്യാൻ ദൈവമേ? ആരെങ്കിലും കണ്ടാ തീർന്നു നിന്റെ ഭാവി. എന്റെ ഭാവി നീയല്ലേ മുത്തേ? നീ എന്റെ കൂടെ ഉണ്ട്. ഫ്യൂച്ചർ എല്ലാം സെറ്റ് അല്ലേ? എന്തോന്ന്? ഓരോന്ന് കുടിച്ചിട്ട് ഓരോ പിച്ചും പെയ്യും പറയുവാ. എന്നാ വെയിറ്റാ. That was my first kiss. രാഹുലേട്ടാ, എന്താ ഗായു? ദേ ഇവൻ എന്തോ കുടിച്ച് ബോധമില്ലാതെ കിടക്കുക. നിങ്ങൾ സെയിം ഹോസ്റ്റലല്ലേ? ചേട്ടൻ ഇവനെ ഒന്ന് ഇവന്റെ റൂമിലെത്തിക്കാവോ? ശരി. പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞല്ലോ, ഒത്തിരി ലേറ്റ് ആക്കണ്ട. താൻ വീട്ടിൽ പൊക്കോ. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ ശരി, ഞാൻ ഇവനെ കൊണ്ട് റൂമിലാക്കട്ടെ. That was my first kiss. ഗായു, ഒന്നും സംഭവിച്ചിട്ടില്ല. Okay, that was just an accident.
നീ ദക്ഷ ഇതെവിടെ പോയി കിടക്കുവാ? ദക്ഷ, താൻ നന്നായിട്ട് പാടി. ചിലപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ്. ആ, കിട്ടിയാ മതിയായിരുന്നു. അഭിയേട്ടനും നന്നായിട്ട് പാടി. സ്റ്റുഡൻസ്, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇന്നത്തെ പ്രോഗ്രാംസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് നടത്തിയ പ്രോഗ്രാംസിന്റെ റിസൾട്ട് നാളെയും മറ്റന്നാളുമായി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ദക്ഷ, 1 minute. എന്താ അഭിയേട്ടാ? കുറെ നാളായി തന്നോടിത് പറയണമെന്ന് കരുതുന്നു. ഇപ്പോഴാണ് അതിനുള്ള ശരിയായ അവസരം എന്നെനിക്ക് തോന്നുന്നു. ദക്ഷ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു.